AX ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പറമ്പിൽ എങ്ങനെയാണ് കമ്പിവേലി സ്ഥാപിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കമ്പിവേലി കെട്ടുന്നതിനായി ആദ്യം നമ്മൾ 5.5 അടി പൊക്കമുള്ള കോൺക്രീറ്റ് കാലുകളാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പി ടാറ്റയുടെ ബ്രാൻഡ് കമ്പികളാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 ലൈനോളം നമ്മൾ ഇതിൽ കമ്പി വലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറമ്പിൻ്റെ ആകൃതി എന്ന് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണുള്ളത്. അതുകൊണ്ട് ഏകദേശം കോർണറുകളിൽ 4 കാലുകളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 സൈഡിലേക്കും ഈ 2 കാലുകളും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, കമ്പികൾ തമ്മിൽ അകലം കീപ്പ് ചെയ്ത് പോകുന്നതിന് വേണ്ടി അത് തമ്മിൽ വേറൊരു കമ്പി കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നും ഈ കമ്പികളുടെ അകലവും അതിൻ്റെ ഒരു ഭംഗിയും നിലനിൽക്കുന്നതായിരിക്കും. ഇനി നമ്മൾ വീഡിയോയിലേക്ക് അതെങ്ങനെയാണ് സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ 1 അടി ആഴമുള്ള കുഴികൾ കുഴിച്ച് നമ്മൾ പോസ്റ്റിൻ്റെ 1 അടി അതിലേക്ക് ഇറക്കി വെച്ച് മുകളിലേക്ക് 4.5 അടി വരുന്ന രീതിയിലാണ് നമ്മൾ കുഴി കുഴിച്ചത് കാല് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം 3 മീറ്റർ വ്യത്യാസത്തിൽ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് 3 മീറ്റർ വരത്തക്ക രീതിയിൽ എല്ലാ കാലുകൾ കുഴിച്ച് പറമ്പിൻ്റെ ചുറ്റും നമ്മൾ കുഴിച്ച് എത്തിക്കേണ്ടതാണ്. ടോട്ടൽ പോസ്റ്റിൻ്റെ നീളം 5.5 അടിയാണ്. 1 അടി താഴിലോട്ടും 4.5 അടി മുകളിലോട്ടുമാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോർണർ പോസ്റ്റിനോട് ചേർന്ന് അതിന് സപ്പോർട്ട് നൽകുന്നതിനായി 2 സൈഡിൽ നിന്നും ചെരിഞ്ഞുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കോർണർ പോസ്റ്റുകൾ എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്. കാരണം കമ്പിയുടെ വലികൾ വരുമ്പോൾ ടൈറ്റാക്കുന്ന സമയത്ത് 4 കോർണറുകളിലാണ് അതിൻ്റെ ബലം വരിക, അതായത് പ്രഷർ വരിക. അപ്പോൾ അതുകൊണ്ട് കോർണർ കാലുകൾ ോട് ചേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെരിച്ചുകൊണ്ട് നമ്മൾ ടൈറ്റാക്കി വലിക്കുമ്പോൾ ആ പോസ്റ്റ് ഒടിഞ്ഞു വീഴാതെ ഇരിക്കാനും അത് ബലമായി നിൽക്കുന്നതിനും അതിൻ്റെ പൊസിഷൻ മാറാതിരിക്കുന്നതിനും വേണ്ടി നമ്മൾ കോർണറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാലുകൾ കൊടുത്ത് അതിനെ ഉറപ്പിക്കേണ്ടതാണ്. നമ്മൾ ഇതിനായി സെലക്ട് ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ ബ്രാൻഡ് സ്റ്റീലാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടിയും ക്വാളിറ്റി, അതായത് ഒരുപാട് കാലം ലൈഫ് നിലനിൽക്കുമെന്നാണ് ഈ വർക്ക് ചെയ്യുന്നവർ പറയുന്നത്. ഇനി അടുത്തത് കാലുകളെല്ലാം കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യത്തെ ലൈൻ കമ്പി നമ്മൾ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വീഡിയോയാണ് നിങ്ങളിതിൽ കാണുന്നത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സിംഗ് ആണിത്. കാരണം ഈ വലിക്കുന്ന കമ്പിയിൽ മുള്ളു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അറ്റങ്ങൾ കൂർപ്പിച്ച വളരെ മൂർച്ചയുള്ള അഗ്രങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ കാലുകൾ കൊണ്ടു കഴിഞ്ഞാൽ മുറിയാനും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള പണികൾ. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ഒരു സൈഡിൽ 4 വരി കമ്പി വലിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ കമ്പിയാണ് വലിച്ച് അതിൻ്റെ മേലെ ടൈറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്.
ആ പോസ്റ്റ്, കോർണർ പോസ്റ്റിന് സപ്പോർട്ട് നൽകുന്നതിനായി വെക്കുന്നതാണത്. വെക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അത് ആ കോർണർ പോസ്റ്റിലേക്ക് ചെരിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ അഗ്രം മണ്ണിലേക്ക് ഒരു അടി കുഴിച്ചുകൊണ്ട് അതിലേക്ക് ചെരിച്ചു വെച്ച് ഉറപ്പിക്കുന്നതാണ്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും 4 കോർണറുകളിലും അങ്ങനെ നമ്മൾ സപ്പോർട്ട് കാല് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ കോർണർ പോസ്റ്റുകൾക്ക് സപ്പോർട്ട് പോസ്റ്റ് കൊടുക്കുന്നത്, അതും തമ്മിൽ അത് കുഴിയിലേക്ക് ഇറക്കി വെച്ച ശേഷം അതൊരു ചെറിയ കമ്പി കൊണ്ട് 2 പോസ്റ്റുകളും വളരെ ടൈറ്റാക്കി നിർത്തുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 പോസ്റ്റിൻ്റെയും അറ്റത്ത് കമ്പി കൊണ്ട് വളരെ ടൈറ്റായി കെട്ടി അതിന് നടുവിൽ സ്ക്രൂ ഡ്രൈവർ പോലുള്ള എന്തെങ്കിലും കമ്പി കൊണ്ട് ഇട്ട് തിരിച്ച് ടൈറ്റാക്കുന്ന രീതിയാണിത്. അതൊരു പ്രത്യേക രസമുള്ള രീതിയാണത്. ഞങ്ങൾ ഈ വർക്ക് കണ്ടിട്ട് പല സൈറ്റുകളിലും ഇതേ രീതി ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ ഈ കമ്പി വലിച്ച് ലൈനിൽ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് പോകുന്ന ഈ രീതിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ കാണുന്നവർക്ക് വളരെ എളുപ്പവും അത് ചെയ്യുന്നവർക്ക് വളരെ അപകടം പിടിച്ച ഒരു ജോലിയുമാണത്. കമ്പിയുടെ ഒരറ്റം മറുഭാഗത്ത് കെട്ടി അത് ഈ ഭാഗത്തെ പോസ്റ്റിലോട്ട് കൊണ്ടുവന്ന് അതിൽ ഒരു ചുറ്റി അതിൽ പ്ലെയർ ഉപയോഗിച്ച് തിരിച്ച് ടൈറ്റാക്കുന്ന രീതിയാണ് അവർ ചെയ്യുന്നത്. ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നത് പ്ലെയറാണ് ഇവരുടെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ. ഒരുപാട് അന്വേഷിച്ച് നടന്നു ഇങ്ങനെ ഒരു വർക്കേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി. പല കമ്പനികളിലും കോണ്ടാക്ട് ചെയ്തു. പക്ഷേ അവരിൽ നിന്നൊക്കെ വളരെ റേറ്റ് കുറഞ്ഞുകൊണ്ടാണ് ഇവർ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഈ വർക്ക്. അതുപോലെ തന്നെ പെട്ടെന്ന് അവർ ഒരു ദിവസം കൊണ്ട് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. വർക്കായല്ലോ ഒരുപാട് ഭംഗിയുമായി, പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല ഭംഗിയിലാണ് അവർ നമുക്കത് ചെയ്തു തന്നത്. നമ്മളൊന്നും പറയാതെ തന്നെ വളരെ നീറ്റായി നമ്മൾ മനസ്സിൽ കണ്ടതിനേക്കാൾ കൂടുതൽ വൃത്തിയായി അവർ നമുക്ക് ഈ വർക്ക് ചെയ്തു തന്നിട്ടുണ്ട്.
ഈ പറമ്പിലോട്ടുള്ള എൻട്രൻസ് ഏകദേശം ഒരു 1 മീറ്റർ ഗ്യാപ്പിൽ ഒരു ചെറിയ ഡോർ വെക്കുന്നതിനുള്ള സ്പേസാണ് റെഡിയാക്കുന്നത്. ലൈനെല്ലാം വലിച്ചു രണ്ടറ്റവും ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ അകലങ്ങൾ, ലൈനുകൾ തമ്മിലുള്ള അകലങ്ങൾ ക്ലിയർ ആക്കുന്നത് എല്ലാ ഇടയിലുള്ള പോസ്റ്റിലൊക്കെ ചെറിയ കെട്ടുകമ്പി കൊണ്ട് കെട്ടി ടൈറ്റാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. നമ്മൾ വിളിച്ച് വർക്ക് നമുക്ക് ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നു. നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ ഭംഗിയായി അവർ നമുക്ക് ചെയ്തു തന്നു. അപ്പോൾ മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള ഒരു ടെക്നീഷ്യന്മാരുടെ വർക്കുകൾ ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവരുടെ വീഡിയോ നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഇവരുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ നമ്പറുകൾ വെക്കുന്നതാണ്. വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. വർക്ക് ഫിനിഷ് ആകുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് അത് ആ പറമ്പിൻ്റെ കമ്പിവേലി കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ. ഇപ്പോൾ കമ്പികൾ തമ്മിൽ അകലാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസർ അടക്കം, അതായത് കമ്പി കൊണ്ടുള്ള 4-5 കമ്പികളും യോജിപ്പിച്ചുകൊണ്ടുള്ള സ്പേസർ അടക്കം നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷേ അത് നമ്മൾ പറയാതെ തന്നെ വളരെ ഭംഗിയായി അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഈ കമ്പിവേലി കെട്ടുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ അവരെ നമ്പർ നമ്മൾ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഏകദേശം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും മലപ്പുറം ഡിസ്ട്രിക്റ്റിലും ആണ് ഏകദേശം അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ 2 ഡിസ്ട്രിക്റ്റിലുമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനപ്പുറമുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് അവരോട് അന്വേഷിച്ചുകൊണ്ട് മാത്രം അവരെ സമീപിക്കുക ഈ സർവീസിനായിക്കൊണ്ട്.